നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവ്. ബിന്നിൽ ചേർന്ന വിവരങ്ങളുമായി. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. വീണ്ടും അപ്പീലുമായി മുന്നോട്ട് പോകാൻ മേൽക്കോടതിയെ സമീപിക്കാൻ, നടപടികളിലേക്ക് കടക്കാൻ. എന്തായിരിക്കും ഇനി നടക്കുക? ഗുഡ് മോർണിംഗ് മോത്തി. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന് അപ്പീൽ പോകാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നേരത്തെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച നിയമോപദേശം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൈമാറിയിരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ അപ്പീൽ പോകണമെന്നത് ആലുവ പോലീസ് മേധാവിയോടും, അതായത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടു. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിയമവകുപ്പ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവ് പ്രകാരം പ്രോസിക്യൂഷന് അപ്പീൽ പോകാനുള്ള അനുമതിയാണ് ലഭ്യമായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനുമതിക്ക് ശേഷം മാത്രമേ അപ്പീലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലും തുടങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ഉത്തരവ് വന്ന ശേഷമായിരിക്കും ഇനി അപ്പീൽ തയ്യാറാക്കുന്ന അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. എന്തായാലും ഹൈക്കോടതി ഇപ്പോൾ ക്രിസ്മസ് അവധിക്കായി അടച്ചിരിക്കുകയാണ്. ഇനി ജനുവരി 5-ന് ശേഷം മാത്രമാണ് കോടതി തുറക്കുക. അപ്പോഴായിരിക്കും നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വിട്ടയച്ചതിനെതിരെ സർക്കാരിന്റെ അപ്പീൽ വരിക. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞുപോയി. അവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണിപ്പോൾ അവർ ചെയ്ത കുറ്റത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രതികളുടെ ശിക്ഷ ഉയർത്തണം, അവരുടെ ജീവപര്യന്തം ശിക്ഷയിലേക്ക് എത്തിക്കണം എന്ന ആവശ്യം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വിചാരണ കോടതി പല തെളിവുകളെയും കൃത്യമായും വിശകലനം ചെയ്തിട്ടില്ല. പല തെളിവുകളും പ്രോസിക്യൂഷനെതിരായാണ് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ അപ്പീലിൽ ഉണ്ടാകുക. അപ്പീൽ എന്തായാലും ജനുവരി ആദ്യ വാരത്തിലായിരിക്കും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരിക.